കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന ചിന്ത ഒരു വിഭാഗം യുവതിയുവാക്കൾക്ക് ഉണ്ടെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യ. ബസിൽ നിന്ന് ലൈംഗികാതിക്രമണം നടത്തിയെന്ന പേരിൽ യുവതി ചിത്രീകരിച്ച വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഇല്ലാതാക്കിയത് ഒരു നിരപരാധിയുടെ ജീവനാണ്. ഇന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ റീച്ച് കൂടാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളാണ്. ബസിൽ വെച്ച് കയറി പിടിച്ചെന്ന ഒറ്റ അടിക്കുറിപ്പിൽ അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ ആ വീഡിയോയോ ഫോട്ടോയോ അതിന്റെ സത്യാവസ്ഥ പോലും അറിയാതെ കാണുന്നവർ ഷെയർ ചെയ്യും. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു സംഭവം നടന്നു. ബസിൽ വെച്ച് ഒരാൾ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് ആരോപിച്ച് ഒരു യുവതി തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. വീഡിയോ വന്നതിന് പിന്നാലെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് തിരക്കുള്ള ബസിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നുള്ള വീഡിയോയുമായി യുവതി സോഷ്യൽ മീഡിയയിലെത്തിയത്. പിന്നാലെ വടകര പോലീസിൽ പരാതിയും നൽകി. എന്നാൽ സംഭവത്തിന് പിന്നാലെ നിരപരാധിയായ ദീപക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ആരും തന്നെ അയാളെ വിശ്വസിക്കാതെയായി. തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് കടന്ന ദീപക് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. മരണത്തിന് പിന്നാലെ ദീപകിനെതിരെ ആരോപണവുമായി വന്ന യുവതിക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. യുവതിയെ വിമർശിക്കുന്നവരെ തെറ്റു പറയാനും സാധിക്കില്ലെന്ന പക്ഷത്ത് നിന്ന് തന്നെ ചോദിക്കാം. ലൈംഗിക അതിക്രമം നേരിടുന്നു എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പ്രതികരിക്കുന്ന ഈ സമീപനം കൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ത്? ഒരുത്തൻ കയറി പിടിച്ചാൽ കർണത്തൊന്ന് പൊട്ടിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ കയറി പിടിച്ചതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇല്ലാതാകുമോ? ആ വേദനയും അറപ്പും വെറുപ്പും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലെ റീൽസിൽ നിന്ന് കിട്ടുന്ന ലൈക്കും ഷെയറും കമന്റും കൊണ്ട് മറക്കാൻ പറ്റുമോ? ബസ്സാണ്, ഒരുപാട് പേർ സഞ്ചരിക്കുന്നതാണ്, ഒക്കെ ശരിയാണ്. തിരക്കും ഉണ്ടാകും. പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാകും, അതും ശരിയാണ്. ഇങ്ങനെ ഒരു സന്ദർഭം വന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്നും നീ ഒരു പെണ്ണല്ലേ എന്നും ചോദിക്കുന്നവരോടായി പറയാം, അങ്ങനെയൊന്നുണ്ടായാൽ ആദ്യം മറുപടി പറയുക കൈകളായിരിക്കും, പിന്നീട് നാവും, അതിനുശേഷമായിരിക്കും നിയമത്തിന് പിന്നാലെ പോവുക. സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടി മേത്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ലൈക്കൊന്നും മറ്റൊന്നിനും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ആദ്യം പ്രതികരിക്കേണ്ടതും സ്ത്രീകൾ തന്നെയാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ സത്യങ്ങൾ പലപ്പോഴും ആളുകൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെയാണ് പലപ്പോഴും നീതി കിട്ടേണ്ടവർക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പെൺകുട്ടിക്ക് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്തത് നല്ല കാര്യം തന്നെ. പക്ഷെ അത് പ്രചരിപ്പിച്ച് കയ്യടി നേടുന്നതിന് പകരം നിയമത്തിന് മുന്നിൽ ചെന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയുള്ള നിയമപരിരക്ഷ യഥാർത്ഥ ഇരയ്ക്ക് ലഭിച്ചേനെ. യഥാർത്ഥ ഇരയെന്ന് പറഞ്ഞത് ഈ സംഭവത്തിൽ അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്ത ദീപകിനെയാണ്. തനിക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ ദീപക് മരണത്തിലേക്ക് തിരിഞ്ഞത് ചെയ്യാത്ത കുറ്റത്തിന് ലോകത്തിന് മുന്നിൽ കുറ്റക്കാരനാണെന്നുള്ള ലേബൽ വേണ്ടെന്ന് കരുതിയാവും. ഈ സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ പുരുഷന്മാർ ഉപയോഗിക്കാൻ ഭയക്കണമെന്നാണ് പലരും പറയുന്നത്. നീതി എന്നത് പുരുഷനും അവകാശപ്പെട്ടതാണെന്നും അത് സ്ത്രീകളുടെ മാത്രം കുത്തകയല്ലെന്നും പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്.